നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തിൽ ഇന്ന് നമുക്ക് പറയേണ്ടത് കർക്കിടക കൂറുകാരുടെ ഫലമാണ്. കർക്കിടക കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 11-ലാണ്, ശനി 8-ലാണ്, രാഹു 9-ലാണ്, കേതു 3-ലാണ്. വ്യാഴത്തിന്റെയും സൂര്യന്റെയും ഒക്കെ ഇഷ്ടസ്ഥിതി മൂലം ഭൂമി സംബന്ധമായിട്ടുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പൊതുവെ ഐശ്വര്യകരമായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാണ്. സഹോദരങ്ങളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിലിലൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ്. ശത്രുക്കളുമായി പോലും സന്ധി ചെയ്ത് അവരുമായി സൗഹാർദ്ദത്തിന് പോകാൻ ഉള്ള സാഹചര്യം ഒരുങ്ങുന്നതാണ്. കടം കൊടുത്തതായിട്ടുള്ള പണവും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള ആഭരണങ്ങളും ഒക്കെ തിരികെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന മാസമാണ്. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ജൂലൈ മാസത്തിൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. വീട് നന്നാക്കുന്നതിനോ പുതിയ വീട് വാങ്ങുന്നതിനോ ഒക്കെയുള്ള സാഹചര്യം ഉണ്ടായേക്കാം. പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സാഹചര്യം വന്നു ചേരുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹാദി മംഗളകാര്യങ്ങളിലൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാനും അതൊക്കെ നടപ്പിലാക്കാനുമുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പൂർണ്ണമായി ദൈവാധീനമുള്ള സമയമാണ് എന്ന് പറയാം. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്ന കർക്കിടകൂറുകാർക്ക് അതിന് അനുകൂല സമയമാണ്. ബാധ്യതകളൊക്കെ ഉണ്ടായിരിക്കുന്ന കർക്കിടകൂറുകാർക്ക് അതൊക്കെ തീർക്കാനുള്ള ഏകദേശ സാധ്യതകളൊക്കെ വന്നു ചേരും. രോഗ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വലഞ്ഞിരുന്ന കർക്കിടകൂറുകാർക്ക് അതിലൊക്കെ ഒട്ടൊരു ആശ്വാസത്തിന് വക നൽകുന്നതാണ്. ബിസിനസ്സുകാരായിട്ടുള്ള കർക്കിടകൂറുകാർക്ക് അനുകൂല സമയമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സാഹചര്യം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിലൊക്കെ വിവാഹാദി മംഗളകാര്യങ്ങൾ നടക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്, കരുതലെടുക്കുക. കർക്കിടകൂറുകാരായിട്ടുള്ളവർ കുടുംബ പരദേവത പ്രീതി വരുത്തുന്നത് ഉത്തമമാണ്. ദോഷങ്ങളെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് അത് സഹായിക്കും. കൂടാതെ സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യുക, നൂറും പാലും നടത്തുക, അഭിഷേകം നടത്തുക എന്നീ വഴിപാടുകളെ കൊണ്ട് ദോഷങ്ങളില്ലാതായി ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശക്തിക്കൊത്ത വഴിപാടുകളെ ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ചിങ്ങക്കൂറുകാരുടെ സമ്പൂർണ്ണ ജൂലൈ മാസത്തിലെ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.